സിപിഎമ്മുമായി ഏറെ നാളായി ഇടഞ്ഞു നിൽക്കുകയാണ് മുൻ എം പി സുരേഷ് കുറുപ്പ്. SFI സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ CPM സംസ്ഥാന സമ്മേളനത്തോടും മുഖം തിരിച്ചുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ തന്നെ നേതൃത്വം ബോധപൂർവം അവഗണിച്ചതിൽ സുരേഷ് കുറുപ്പിന് കടുത്ത അമർഷമുണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ നിന്നും സുരേഷ് കുറുപ്പ് വിട്ടുനിൽക്കുകയാണ്. CPM സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ആവേശപൂർവ്വം നടക്കവേ സുരേഷ് കുറുപ്പ് ഇരിട്ടി മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയെന്നാണ് ചർച്ച. 8-ാം തീയതി ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം 9-നാണ് മടങ്ങിയത്. CPM സമ്മേളനത്തെപ്പറ്റി ഒരക്ഷരം പോലും അദ്ദേഹം പ്രതികരിച്ചില്ല. ഇക്കഴിഞ്ഞ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ നിന്നും സുരേഷ് കുറുപ്പിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം ഒഴിവാക്കിയിരുന്നു. പാമ്പാടിയിൽ നടന്ന സമ്മേളനത്തിൽ ഇത്തരമൊരു തീരുമാനം ഉണ്ടായതിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. സമകാലീനർ ജില്ലാ കമ്മിറ്റിയിലെത്തിയപ്പോൾ സുരേഷ് കുറുപ്പിനെ പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന കാരണം പറഞ്ഞാണ് ഒഴിവാക്കിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് നടന്ന SFI സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും അദ്ദേഹം മാറി നിന്നു. ആദ്യകാല നേതാക്കളുടെ സംഗമത്തിൽ നിന്നാണ് അദ്ദേഹം വിട്ടുനിന്നത്. പിന്നാലെ CPM സംസ്ഥാന സമ്മേളനത്തിൽ പതാക ജാതിയോടും മുഖം തിരിച്ചു. ഏറ്റുമാനൂർ വഴി കടന്നുപോയ ജാതിയുടെ ഒരു സ്വീകരണ യോഗത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല. സാധാരണ CPM സമ്മേളനത്തിന്റെ സമാപന സമ്മേളനങ്ങളിൽ മുൻകാല നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുക്കാറുണ്ട്. കീഴ്വഴക്കമല്ലെങ്കിലും മുൻകാല പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ കണ്ട പരിചയം പുതുക്കാനുള്ള വഴി എന്ന നിലയിൽ മിക്ക നേതാക്കളും സമ്മേളനത്തിൽ എത്താറുണ്ട്. എന്നാൽ സുരേഷ് കുറുപ്പ് സമ്മേളനത്തോട് വിമുഖത കാട്ടിയെന്നത് മാത്രമല്ല, മറിച്ച് ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്നു. സുരേഷ് കുറുപ്പിന്റെ ഈ നടപടിയെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും നേരത്തെ വിജയിച്ച ഡോക്ടർ KS മനോജിന്റെ പാതയിലാണോ കുറുപ്പിന്റെ സഞ്ചാരം എന്ന ചർച്ചയും ഉയർന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സഹതാപ തരംഗം ഉണ്ടായിട്ടും കേരളത്തിൽ നിന്നും വിജയിച്ച ഏക ഇടതുപക്ഷ നേതാവാണ് സുരേഷ് കുറുപ്പ്. നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ കോട്ടയം മണ്ഡലത്തെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന നേതാവ് കൂടിയാണ് സുരേഷ് കുറുപ്പ്. വളരെ സൗമ്യനും ജനകീയനുമായ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇതിനിടയിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് എന്ന തരത്തിലുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേതാക്കളുമായി അദ്ദേഹം തുടങ്ങിയതായും അറിയുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുവാനാണ് നേതാക്കൾ ആലോചിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം കോട്ടയത്ത് പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധിയുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള സുരേഷ് കുറുപ്പിനെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയാൽ കോട്ടയത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പാർട്ടിക്ക് കഴിയുമെന്ന് നേതാക്കൾ വിശ്വസിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അദ്ദേഹം പരിഗണിക്കുന്നതായും അറിയുന്നു. ഏറ്റുമാനൂരിൽ കഴിഞ്ഞ തവണ VN വാസവൻ 14,333 വോട്ടിനാണ് വിജയിച്ചു കയറിയത്. UDF സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് 43,976 വോട്ടും, BJPയുടെ TN ഹരികുമാർ 13,747 വോട്ടും, സ്വതന്ത്രയായി മത്സരിച്ച ലതിക സുഭാഷ് 7,624 വോട്ടും നേടിയിരുന്നു. UDFൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി 2021 പേരുമുറുക്കമായിരുന്നു. കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയ പ്രിൻസ് ലൂക്കോസിനെ പ്രഖ്യാപിച്ചതോടെ ഇടഞ്ഞ ലതിക സുഭാഷ് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിൽ തലമൂടനം ചെയ്തതും സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും വാർത്തയായിരുന്നു. ലതികയുടെ സ്ഥാനാർത്ഥിത്വം UDFന് ദോഷമായി ഭവിക്കുകയും ചെയ്തു. അതേസമയം സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്കെത്തി ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയം നേടാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. മണ്ഡലത്തിലുള്ള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളും സുരേഷ് കുറുപ്പിന്റെ സ്വീകാര്യതയും സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധതയും അതേപോലെ പ്രവർത്തിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ നിലവിൽ കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റ് എങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കും എന്നതിലാണ് ആശങ്ക. കോൺഗ്രസ് തന്നെ അവിടെ വീണ്ടും മത്സരിച്ചാൽ യാതൊരുവിധ വിജയസാധ്യതയുമില്ല. കോൺഗ്രസുകാർ പോലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. ഏറെക്കുറെ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നതായാണ് അറിയുന്നത്. സുരേഷ് കുറുപ്പ് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലേക്ക് വന്നാൽ കോട്ടയത്തെ CPMന് ഇതിലും വലിയ തിരിച്ചടി വേറെ കിട്ടാനില്ല.